കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ വെച്ച് ഈ മലയാളി ദമ്പതികളായ സൂരജും ബിൻസിയും മരിക്കുന്നത്. ഇരുവരും പരസ്പരം കുത്തേറ്റ് മരിച്ചു എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ സൂരജിന്റെ ബന്ധുക്കൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മരിച്ചു എന്നുള്ള ഒരു വിവരം കിട്ടി. അത് അവരുടെ ബന്ധുക്കൾ, ഇവരുടെ തന്നെ ബന്ധുക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർ തന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് പല മാധ്യമങ്ങളിൽ പല രീതിയിലും നമ്മൾ അറിയാൻ സാധിച്ചത്. എത്ര വർഷമായി ഈ കുവൈറ്റിൽ താമസം? അവർ 10-12 വർഷത്തോളമായിട്ട് കുവൈറ്റിലാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് വല്ലതും നിങ്ങൾക്ക് അറിയാമായിരുന്നു? സഹായിക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഈസ്റ്ററിനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞാണ്. ഈസ്റ്ററിന് തൊട്ട് മുന്നേ ഈ ബിൻസി അവധിയുടെ പ്രശ്നം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു അവിടെ കുവൈറ്റിലേക്ക് പോയി. പിന്നെ അവൻ ഈസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നത്തെ വെള്ളിയാഴ്ചയാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം നല്ല സന്തോഷത്തോടെ പോയതായിട്ടാണ് നമ്മുടെ ഇതിൽ ഇവിടെ വെച്ച് അങ്ങനെയായിരുന്നു. നല്ല സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു. എന്തോ ഒരു ചെറിയ പ്രകോപനത്തിൽ സംഭവിച്ചാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം. മൃതദേഹമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് എന്തെങ്കിലും തീരുമാനമാണ്? അതിന് ഞായറാഴ്ച വന്നേക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ കുറേ പേപ്പറുകൾ വർക്കെല്ലാം തീർത്തു. ഇന്നും കൂടെ നോക്കി. ഇപ്പോൾ കുവൈറ്റിലായിരുന്നല്ലോ, അവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് മാറാനായിട്ട് ഈ കഴിഞ്ഞ ഈസ്റ്റർ കഴിഞ്ഞ പിറ്റേ ദിവസം അവർ ബാംഗ്ലൂർ പോയി മെഡിക്കലൊക്കെ എടുത്ത് തിരിച്ചു വന്നതാണ്. സംഭവ ദിവസം പിന്നെ ഈ സൂരജ് നമ്മൾ ആരെങ്കിലും ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്തു? അമ്മയെ വിളിച്ചായിരുന്നു. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് വിളിച്ചു കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അന്നേരം ഒന്നും യാതൊരു മാറ്റമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വരുന്ന ഓൺ ദ വേയിലാണ് സംസാരിച്ചത്. രണ്ടുപേരുടെയും കയ്യിൽ കത്തി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ അനിയനും അവിടെ ഉണ്ട്, കുറച്ച് ബന്ധുക്കളുണ്ട്. അവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അവരെ കാണിച്ചിട്ടില്ല, ബോഡി ഒന്നും കാണിച്ചിട്ടില്ല, സ്ഥലത്ത് ഒരു കയറ്റിയില്ല റൂമിൽ. ഫർദർ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാലേ നമുക്ക് അറിയത്തുള്ളൂ. അത് ഇപ്പോൾ തൽക്കാലം അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞവർ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാതിൽ കൊടുക്കാതിരിക്കുകയാണ്. വാതിൽ പോലീസ് വന്നാൽ തുറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പോലീസ് തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോലീസിൻ്റെ കൺട്രോളിലാണ് കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് എന്താ നടന്നിട്ടുള്ളതെന്നുള്ളതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഇപ്പം ഇല്ല. മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്ന നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് ഇവിടെ നിന്നും മടങ്ങിയത്. പിന്നീടാണ് ഇങ്ങനെ ദുഃഖിപ്പിക്കുന്ന വാർത്ത ഇവരെ തേടിയെത്തിയത്. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപുരക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.